സ്വാഗതം. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് ഫിഷ് നിറവാണ്, അത് ചെമ്മീൻ വെച്ച്. അന്നേരം എല്ലാവർക്കും നിറഞ്ഞ ആ കൊഞ്ച് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. ആ കൊഞ്ചിലേക്ക് ഞാൻ മസാല പരട്ടിയിട്ടുണ്ട്. മസാല എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ശകലം ലെമൺ ജ്യൂസ് മിക്സാക്കി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് മസാല പരട്ടി വെക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് എടുത്ത് ഷാലോ ഫ്രൈ ആകാവൂ, ഒത്തിരി കൂടി പോകരുത്. കൂടി പോയാലും ഈ ചെമ്മീനൊക്കെ റബ്ബർ പോലെ ആയിപ്പോകും. അത് ഞാൻ ഈ ചെമ്മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളതിന് കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ചട്ടിയിലോട്ട് നമുക്ക് വാട്ടിയല്ല നമുക്ക് നന്നായിട്ട് എടുത്ത് വെക്കാം. പച്ചമുളക് നമുക്ക് ഒരു 4 എണ്ണം നമുക്ക് നെടുവെ കീറിയത് അരിഞ്ഞു വെക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇടാം. അതിനേക്ക് ഒരേടെ ആവശ്യത്തിന് പുളി പോലെ. പിന്നെ ഇഞ്ചിയും വേണം ഇതിൽ. ഇഞ്ചിയും ഒരു കുറച്ച് ഇഞ്ചി, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ ഇഞ്ചി. ഇതിനകത്ത് നമുക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല. വെളുത്തുള്ളി ചേർത്താൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. അന്നേരം ഇതിനകത്ത് നമ്മൾ മെയിൻ തിങ് എന്ന് പറയുന്നത് പച്ചമാങ്ങയും ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമുക്ക് വറുത്ത് വെച്ച ചെമ്മീനാണ്. ഷാലോ ഫ്രൈ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ വേണം ഇതിൽ. ഇതൊരു തേങ്ങയുടെ പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയുടെ കട്ടിക്ക് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല. അത് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കിടക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് കുരുമുളക് പൊടിച്ചത് നമുക്ക് ആഡ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. മെയിൻ ഒരു കാര്യമെന്ന് വെച്ചാൽ മാക്സിമം 4 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. 4 മിനിറ്റ് കൂടുതൽ തിളപ്പിച്ചാൽ ഇത് പിരിഞ്ഞു പോകും. പിന്നെ അത് കറിക്ക് വേറൊരു ടേസ്റ്റ് ആയി പോകും. അത് കഴിഞ്ഞ് നമുക്ക് ബാലൻസ് ഉള്ള കരിവേപ്പിലയും ശകലം പച്ചമാങ്ങയും പച്ചമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വാഴയില എടുത്ത് ഈ ചട്ടി കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ നിർമ്മാണം റെഡിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. നല്ല ചൂടാണ്, മണം വരുന്നുണ്ട്. മാങ്ങയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ചേർന്ന് നല്ലൊരു കോംബോ ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. മാങ്ങയൊക്കെ കറക്റ്റ് ഇതായിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ശകലം ചൂടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നോക്കുകയാണ്. സൂപ്പർ.